ഹായ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ചീങ്ങേരി ഹിൽസിലാണ്. ചീങ്ങേരി ഹിൽസിൻ്റെ പാർക്കിങ്ങിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു 6 മണിക്കാണ് ഓപ്പണിങ്. നമ്മളൊരു 6:15 എത്തി. ഒരു 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഓൾറെഡി നമ്മളിവിടെ അന്ന് കയറിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അന്ന് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈവനിങ് ആണ് കയറിയത്. അപ്പോൾ രാവിലെ അടിപൊളിയാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെ ഒന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഒരു വീഡിയോ പിടിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ഇറങ്ങിയാണ്. വെള്ളമൊക്കെ എടുത്ത് കിട്ടോ. കഴിഞ്ഞ വട്ടം ഞങ്ങളിപ്പോൾ കയറിയപ്പോൾ വെള്ളമൊക്കെ ഇല്ലാഞ്ഞിട്ട് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് ചെക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരെയും കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ നോമ്പാണല്ലോ, അതുകൊണ്ട് ബാക്കി എല്ലാവരെയും വിളിക്കാനും പറ്റൂല, അങ്ങനത്തെ അവസ്ഥയാണല്ലോ. അപ്പോൾ നമ്മൾ കയറി നോക്കട്ടെ. നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വെള്ളം ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമ്മൾ ബോട്ടിലോ കാര്യങ്ങളും കൊണ്ടുവരണോ, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുവരണം. കാരണം ഇവിടുന്ന് വെള്ളം മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സംഭവം അതും കൂടെ വേണമായിരുന്നു. ടിക്കറ്റ് നമുക്ക് വരുന്നത് ഒരാൾക്ക് 50. അപ്പോൾ ഓക്കെ, കയറി നോക്കട്ടെ. നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കൂടുതലും കർണാടകക്കാരൊക്കെ കേട്ടോ. പിന്നെ നമ്മളിത് ഓൾറെഡി അറിയുന്നത് കൊണ്ട്, അതായത് ഇപ്പം അടുത്ത കയറിയത്, അതുകൊണ്ട് മെല്ലെ കയറുന്നുള്ളൂ. വന്ന ആൾക്കാരൊക്കെ ഓടി ഓടി കയറുന്നുണ്ട്. ഇതെങ്ങനെ കിടക്കുന്നതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, 2, 3, 4 മലയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ സെക്ഷനായിട്ടാണ് നമുക്ക് പോകേണ്ടത്. അതേപോലെ കയറൊക്കെ ഉണ്ട്, വലിഞ്ഞ് കയറാനുണ്ട്. നമ്മളെ ടൊവിനൊക്കെ ഈ ഇടയ്ക്ക് വന്ന് ഇവിടെ കയറിയിട്ട് അതിൻ്റെ റീലൊക്കെ നല്ലോണം വൈറലായിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ചിങ്ങേരി ഹിൽസ് ശരിക്കും 3460 അങ്ങനെ എന്തോ അടിയാണ് ഹൈറ്റ് വരുന്നത് കേട്ടോ. കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ കയറട്ടെ. നമ്മളിപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇവരിങ്ങനെ നമുക്ക് ഫ്ലാഗ് കുത്തിയിട്ടുണ്ട്, നമുക്ക് റൂട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കിട്ടും. മറ്റേ ചെറിയ ഷെഡൊക്കെ കെട്ടി, അതൊക്കെ അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം മഞ്ഞുണ്ട്. ഇതൊക്കെ കണ്ടില്ല, ഫുള്ള് കരിയിച്ചിട്ടേക്കാണ്. പുല്ലൊക്കെ കാട്ടുതീ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നൈസായി. കാരണം ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സീനുള്ള അവിടെ നമ്മളെ ചെമ്പ്ര അന്ന് കത്തിയ ചെമ്പ്ര മലയൊക്കെ കത്തില്ല, അതേപോലെ കത്തിൻ്റെ സീനാണ്. അപ്പോൾ ഞങ്ങൾ ഒരു മല കഴിഞ്ഞു. ഇനി അവിടെ നമുക്ക് റോപ്പ് ഇട്ടിട്ടുണ്ട്, അതിൽ കയറണം. ഓൾറെഡി നമ്മളെ ഫ്രണ്ടിൽ പോയ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ 5 മിനിറ്റ് ഇരുന്ന ഇപ്പോൾ തന്നെ കുഴങ്ങിട്ടോ. ഇനി മേലെ എങ്ങനെ എത്തുന്നില്ല അറിയില്ല. ഇതാട്ടോ നമ്മളെ റോപ്പ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇതൊന്നും വലിയ സീനില്ല കേട്ടോ. അതിൻ്റെ അടുത്തൊരു ഘട്ടം വരുന്നുണ്ട്, അത് കുറച്ചുകൂടെ റിസ്ക്കിയാണ്. നമ്മളെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോയിട്ടോ. അവരൊക്കെ എങ്ങും എവിടെയോ എത്തി. ഞങ്ങൾ മെല്ലെ കയറുന്നേ. ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ ഇരിക്കാനൊക്കെ ആയിട്ട്. മഞ്ഞ് നല്ലോണം കയറുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത പാറ കയറാനുള്ള പോയിൻ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇനി വരാൻ പോകുന്ന അപ്പോൾ അത്യാവശ്യം എക്സ്ട്രീമായിട്ടുള്ള റോക്കാണ്. ഇവിടെ ഇങ്ങനെ ഏർമാടൊക്കെ സെറ്റാക്കി. ഇതിലെല്ലാം കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം നല്ല മഞ്ഞുണ്ട്. കുറച്ച്
കുറച്ചുകൂടെ എന്താ പറയുക ലൈറ്റ് വരണം കേട്ടോ, നമുക്ക് വ്യൂ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. എയർമാടൊക്കെ സെറ്റ് ചെയ്തൊക്കെ കയറി നോക്കിയാലോ. നൈസാട്ടോ ഇവിടെ. അനു കയറിയിട്ട് 2 സ്റ്റെപ്പ് കയറിയിട്ട് അവളെ ഇറങ്ങിട്ടോ, അതേപടി ഇറങ്ങി. ഇതിങ്ങനെ ഒച്ച കേട്ടിട്ടേ മരത്തിൻ്റെ എന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാട്ടോ നമ്മൾ കയറേണ്ട പാറ. ഇത് അത്യാവശ്യം നല്ല കുത്തനെ വരുന്ന സാധനം കേട്ടോ. ഒരു 90 ഇല്ലെങ്കിലും 80 ഡിഗ്രിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ അടുത്തത് എത്തിട്ടോ. ഇതൊന്നൊന്നര സാധനം. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, ഇത് അത്യാവശ്യം നല്ല കുത്തനെ കേട്ടോ. വാ, ഫ്രണ്ടിൽ വരുന്നു, ബേക്കിൽ വരുന്നു. നമുക്ക് കുറച്ച് കയറിയിട്ട് പിന്നെ ഇരുന്ന് പോവാം. അങ്ങനെ ഞങ്ങൾ സാഹസികമായി ആ ഘട്ടം കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് അടുത്തതിലേക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ പകുതിയിൽ നിന്ന് ഒരു ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. കല്ല് തന്നെ കേട്ടോ, വേറൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ അടുത്തതിലേക്ക് പോട്ടെ. അയ്യോ, നമ്മളെ ആൾക്കാർ കുറവ് കേട്ടോ. തമിഴ്നാട്ടുകാരും കർണാടകക്കാരും കൂടുതൽ. നമുക്ക് പിന്നെ ഒന്നാതെ നോമ്പ് തുടങ്ങിയതുകൊണ്ടേ ചെക്കന്മാരൊന്നും ഇല്ല, കുറവാണ്. കാരണം ഓരോ ഗ്യാങ്ങിലും ഓരോരുത്തരുണ്ടാവുമല്ലോ നോമ്പുള്ളേ. അപ്പോൾ ഈ ടൈമിൽ ആൾക്കാർ തീരെ കുറവാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന 2915 ഫീറ്റ് കേട്ടോ ഹൈറ്റിൽ. എവിടെ ബാക്കിയുടെ അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞു. ഇത് ടോപ്പ് എത്തിയില്ല കേട്ടോ. ഇത് കല്ലിരിക്കുന്നേ കറക്റ്റ് ആരോ കൊണ്ടുവച്ചോലെ. ഉഫ്, അടിപൊളിയാട്ടോ. അവിടുന്ന്
വ്യൂ ഇല്ല കേട്ടോ ഇവിടെ നിന്നൊന്നും. അതായത് മഞ്ഞായതുകൊണ്ട് നമ്മൾ സൂര്യന് വിൽക്കുന്നതിന് മുമ്പ് ടോപ്പ് എത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല കേട്ടോ, ചെറുതായിട്ട് പാളി. ഇരുന്നിരുന്ന് കയറിയതുകൊണ്ട്. ബട്ട് കറക്റ്റ് വ്യൂ വരണമെങ്കിൽ കുറച്ചുകൂടെ കഴിയണം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് 3460 ഫീറ്റ് കേട്ടോ. അങ്ങനെ ടോപ്പ് എത്തിയിട്ടോ നമ്മൾ. എത്തി. ഇനി നമുക്ക് കുറച്ചുകൂടെ വെയിൽ വന്നാലാട്ടോ ഈ മേഘങ്ങളിങ്ങനെ എന്താ പറയുക പഞ്ഞിക്കെട്ട് കിടക്കുന്ന പോലെ കിടക്കുന്നതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. എല്ലാ ദിവസവും അത് വിസിബിൾ ആവില്ല. ഇന്ന് കിട്ടുമെന്ന് തോന്നുന്നു, ഏകദേശം കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിട്ടോ. 3460 3460 തട്ടിട്ടോ. കിതപ്പുകൊണ്ട് പകുതി മിസ്സായി പോകണം. സെറ്റാട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ വിസിബിലിറ്റി കിട്ടുള്ളൂ. അധികം ആൾക്കാരില്ല കേട്ടോ. അനുകൂടെ ഇരുന്നു കേട്ടോ. വെള്ളം കുടിക്കട്ടെ. സൈഡായി. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ടോപ്പ് തന്നെ കേട്ടോ ഉള്ളത്. ഇങ്ങനെ നടക്കുകയാണ് വെറുതെ ഹൈലയിലൊക്കെ. ഇതിൽ പോവാം, താഴൊക്കെ പോയേക്കാം. ഞങ്ങളിപ്പോൾ ഏറ്റവും ടോപ്പ് തന്നെയുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ നിൽക്കാൻ ഇതിങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ സൈഡ് ഏകദേശം സെറ്റായിട്ടുണ്ടാവും തോന്നുന്നു. അവിടെ പോയി നോക്കട്ടെ. ഞങ്ങളൊരു വെറൈറ്റി സാധനം കൊണ്ട് നിൽക്കും ഇവിടുന്ന് തിന്നാൻ വേണ്ടിയിട്ട്. രാവിലെ പോരാൻ നിൽക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം എടുത്ത് വണ്ടിയിൽ വെച്ച്, കാരണം തിരിച്ചിറങ്ങുമ്പോൾ കാറിൽ നിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരു തണ്ണി മൊത്തം ഇരിക്കുന്നുണ്ട്. നേരെ അടുത്ത് അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം വിഷന്നും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രാകും. കാരണം ഇവിടെ വന്നേക്കുന്ന പകുതി ആൾക്കാരും വെള്ളം പോലും എടുത്തില്ല. അപ്പോൾ ഞങ്ങളിത് കുറച്ച് കഴിച്ചു തരാം. ഞാൻ അപ്പുറത്തെ സൈഡ് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി ഈ സൈഡ് ഇങ്ങനെ വന്ന് നോക്കി കേട്ടോ. എല്ലാവരും മെല്ലെ തിരിച്ചൊക്കെ ഇറങ്ങുന്ന കേട്ടോ, വെയിലാവുന്നതോറും. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താലേ നമ്മൾ ആ പറഞ്ഞ പോലെ കാണാൻ പറ്റുള്ളൂ. ഈ മേഘങ്ങളെ ലെയറായിട്ട് കിടക്കുന്നത്
അനു എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അതിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം വന്നതിൽ അത്രയ്ക്ക് ക്ഷീണമായിട്ടില്ല കേട്ടോ. രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തുനിന്ന് മാറി ഇപ്പുറത്തേക്ക് ഇരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് തണലുണ്ട്. അതേപോലെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക, മഞ്ഞ് കുറഞ്ഞാലേ നമുക്ക് ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ വെയിറ്റിംഗ് ആണ്. അടുത്ത ഐറ്റം എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. കടല വീട്ടിൽ അമ്മ വറുത്ത് വെച്ചാ. അപ്പോൾ രാവിലെ ഇറങ്ങാൻ നേരം അത് കണ്ടേ, നേരെ ഒരു ചെറിയൊരു കവറിലേക്ക് എടുത്തിട്ട് അതും എടുത്തു. ഒരു രസം. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞങ്ങൾ ഒന്നും എടുത്തില്ലായിരുന്നു, അതായത് വെള്ളം പോലും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര അടിയിലായി. അന്നേ ചിന്തിച്ചാൽ ഞാൻ അടുത്ത വട്ടം വരുമ്പോൾ എന്ത് എടുത്തിട്ട് വരണം എന്നുള്ളത്. അതെ, ഇവിടെ ചിപ്സിൻ്റെ ആളാണ്. അപ്പോൾ കുറച്ച് ചിപ്സും കൂടെ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതും കൂടെ കുറച്ച് നേരം കഴിച്ച് സമയം കളയട്ടെ. ഞങ്ങൾ കുറച്ച് നേരമായിട്ട് എങ്ങനെ ഇരിക്കുന്നു, പക്ഷേ മഞ്ഞ് മാറുന്നില്ല, ഇങ്ങനെ കയറി വരിക കേട്ടോ. പക്ഷെ നല്ല വൈബ് കേട്ടോ. ഞങ്ങൾ കടലയൊക്കെ തിന്നിങ്ങനെ ഇരിക്കുകയാണ്. കടല തണ്ണിമത്ത എല്ലാം ആയിട്ടാണ് വന്നത്. വല്ലാത്ത ഫീലാട്ടോ. പക്ഷെ നമ്മളിപ്പോൾ വന്ന ആൾക്കാരൊക്കെ ഇറങ്ങി കേട്ടോ. ഒരുവിധം എല്ലാവരും ഇറങ്ങി നല്ല. നമ്മൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് കയറിയല്ല, അപ്പോൾ കുറച്ച് നേരം കൂടെ ഒക്കെ ഇരുന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കറക്റ്റ് വ്യൂ വരണമെങ്കിൽ കുറച്ച് മഞ്ഞ് കുറയണം. അപ്പോൾ അത് നോക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മൊബൈലിലാട്ടോ പാട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ എത്തിയ സ്ഥലത്ത് തന്നെ എത്തി. വന്ന സ്ഥലത്ത് എത്തി. നമ്മളെ വണ്ടി ഒന്നല്ല. ഇതിൽ കാണുമെന്നറിയില്ല. ഇവിടെയായിട്ട് ഒരു പാർക്കിങ് കാണാൻ പറ്റും. ഇതിൽ കാണാൻ ചാൻസ് ഇല്ല. നമുക്ക് ആ ഇത് കിട്ടിയില്ല കേട്ടോ, മേഘങ്ങൾ കിട്ടിയില്ല കേട്ടോ. ഇന്ന് സെറ്റല്ല. മഞ്ഞ് പോകുമ്പോൾ ഒന്നും കാണുന്നില്ല. തീരെ ആൾക്കാർ കുറവാട്ടന്ന്. എല്ലാവരും ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങളും വേറെ 2-3 ടീംസുള്ളൂ, ഫാമിലി. അപ്പോൾ ഞങ്ങൾ കുറച്ചിറങ്ങി. നമ്മൾ ആദ്യം നിന്നത് ആ സൈഡാണ്. അവിടുന്ന് നമ്മൾ കുറച്ചിങ്ങോട്ട് ഇറങ്ങി. അനിത് അവിടേക്കുണ്ട്. പിന്നെ മഞ്ഞൊക്കെ ഇങ്ങനെ മാറി തുടങ്ങി. ഇന്ന് നമുക്ക് മറ്റേ മേഘം കിട്ടിയില്ല കേട്ടോ. ഇവിടെ ഒരു അടിപൊളി കുളമൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റിനും നമുക്ക് എന്താ പറയുക, കുറേ റിസോർട്ടും ഹോം സ്റ്റേസും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റിനും. അവിടെ നിന്നൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി നല്ല മഞ്ഞുള്ളത് കൊണ്ട്
തീരെ വിസിബിലിറ്റി ഇല്ല. നമ്മൾ കഴിഞ്ഞൊരു റീല് ചെയ്തിട്ടുണ്ടാകും, ചീനിക്കാമൂല, പിന്നെ കേവ്, അത് ഞാൻ കാണിച്ചു തരാം. കുള കാണാൻ രസമുണ്ട് കേട്ടോ. ഇതിൽ കാണുന്നില്ല നിങ്ങൾ ഈ ഒരു കുളം? അത് കൃഷീൻ്റെ ആവശ്യങ്ങൾക്കുള്ളതായിട്ടുള്ളതാണോ അതോ വേറെ ആണോ എന്തോ, അടിപൊളി എന്തായാലും. ആ ഒരു ഭാഗത്താട്ടോ ഞങ്ങൾ കഴിഞ്ഞ വട്ടം റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഒരു കേവ് അത് അവിടെയായിട്ടാണ് വരുന്നത്. നമ്മളെ അപ്പുറത്തെ സൈഡാട്ടോ മറ്റേ നമ്മളെ ഡാമും കാര്യങ്ങളൊക്കെ കാണാം, കാരാപ്പുഴ. ഞങ്ങളിപ്പോൾ മെല്ലെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മളെ മഞ്ഞപ്പാറയൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ വരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഭാഗത്താണ്. മഞ്ഞപ്പാറ ഇതിൻ്റെ ചെറുതാട്ടോ, ഇത്ര ഹൈറ്റില്ല. ഇതൊക്കെ ഉണ്ടോ റിസോർട്ട് സംഭവം, ഹട്ട് സെറ്റപ്പ്. ഈ വൈറ്റ് കാണുന്ന കേട്ടോ, അത് എന്താ അതിൻ്റെ ചുറ്റിനും റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു മഞ്ഞൊക്കെ മാറി തുടങ്ങി കേട്ടോ. വെയിലായിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം സമയം 8:15. അതിനോടെ ഇരിക്കുന്ന കേട്ടോ. അവൾ ഫുള്ള് ടയർഡാ. ഞാൻ എണീപ്പിച്ചു കൊണ്ടുവരും, പിന്നെ അവിടെ ഇരിക്കുള്ളൂ. അടിപൊളിയായിട്ടോ, ഇവിടെയൊക്കെ സ്റ്റേ ഒക്കെ എടുത്ത് അടിപൊളിയായിരിക്കും. അതായത് കറക്റ്റ് വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന മലയിൽ നമ്മൾ നേരെ വേറൊരു ഇതിൻ്റെ താഴെ ഒരു മലയുണ്ട്, അതിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് നേരെ ആ ഒരു വെള്ളക്കുടിയാണ് ആ ഒരു പോയിന്റിൽ പോയി, പിന്നെ അവിടുന്ന് നേരെ അവിടെ ഇറങ്ങി, പിന്നെ നേരെ അപ്പുറത്തെ ഒരു ചെറിയൊരു ഇതിലുണ്ട് അങ്ങോട്ട് ഇറങ്ങി, പിന്നെ കറക്റ്റ് കണ്ടോ അവിടെയാണ് നമ്മളെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വന്നത്. നമ്മളെ വണ്ടി അതിൻ്റെ തൊട്ടപ്പുറത്താണ് നിർത്തിയിട്ടേക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇനി ഇറങ്ങേണ്ടത്. ശരിക്കും പറഞ്ഞാൽ 1 2 3 4 5 6 മലയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ കയറാനും റിസ്ക് ഉണ്ട്. നമ്മൾ രാവിലെ വന്നതുകൊണ്ട് കൊണ്ട് വലിയ ക്ഷീണം അറിഞ്ഞില്ല, എന്നാലും അത്യാവശ്യം ക്ഷീണമുണ്ട്. പിന്നെ നമ്മളെ കാരാപ്പുഴ ഡാമൊക്കെ വരുന്ന ആ സൈഡ് കേട്ടോ, അതൊന്നും കറക്റ്റ് വിസിബിൾ ആയിട്ടില്ല. കാണാൻ ഇനി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ മെല്ലെ ഇറങ്ങുന്നതാണ്. താഴെയൊക്കെ കുറേ അങ്ങ് എത്തുമ്പോഴത്തേനും, കുറച്ച് പകുതിയൊക്കെ എത്തുമ്പോഴത്തേനും കാണുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മളെ അമ്പലവയലൊക്കെ ഈ സൈഡിലേക്ക് കേട്ടോ വരും, ഈ റോഡ് ഇങ്ങനെ നമ്മളങ്ങനെ കയറി. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ അമ്പലവയൽ ടൗണിൽ നിന്ന് നമുക്ക് മാപ്പ് അടിച്ചാൽ സുഖമായിട്ട് കിട്ടും. അല്ലെങ്കിൽ അമ്പലവയൽ ടൗൺ വന്നിട്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷൻ റോഡിൽ നിന്ന് കയറിയാൽ ഒരു 1 കിലോമീറ്റർ 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട്. കറക്റ്റ് ബോർഡും കാര്യങ്ങളും കാണും. അമ്പലവയലിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ബോർഡ് കാണാം. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്, കുഴപ്പമില്ല. രാവിലെ 6 മണിക്ക് ഓപ്പണിംഗ് ആണ്. നമുക്ക് ഗൂഗിളിലൊക്കെ കാണിക്കുക 6 മണി മുതൽ 11 മണി വരെ രാവിലെ. അത് കഴിഞ്ഞ് പിന്നെ 2 മണി മുതൽ 6 മണി വരെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്, ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എഴുതിയിട്ടുള്ളത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ വരാം. വെയിലുള്ളപ്പോൾ മാക്സിമം വരാതിരിക്കുക. വൈകുന്നേരമൊക്കെ ഒരു 4:30 വന്നാൽ അടിപൊളിയായിരിക്കും. പോവാനോ പോവാം. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങട്ടെ. കേട്ടോ നമ്മൾ വന്ന വഴി ഇപ്പോഴാണ് കറക്റ്റ് കാണുന്നത്. കുറച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ, നല്ല ദൂരം ഇറങ്ങി, ഉണ്ട് ഇറങ്ങാൻ. ഇതിലിങ്ങനെ പോകണം, ആ സൈഡാട്ടോ നമ്മളത്.
നമ്മളെ ബേക്കിലൊരു ടീം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു എല്ലാവരും ഇറങ്ങിന്നാട്ടോ. അയ്യോ സൈഡായിട്ടോ. ഇനിയും കുറേ ഉണ്ട്. അനു ഷൂ ഒക്കെ ഊരി കൈ പിടിച്ചു. അപ്പോൾ ഇടങ്ങാറായിട്ട് നടക്കാൻ നമ്മളിങ്ങനെ എന്താ പറയുക, സാധാ ഷൂ അല്ലേ, ട്രക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഷൂ ഒന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ നഖം വന്നിട്ട് ഇങ്ങനെ കുത്തും അതിന് വിരൽ ഷൂവിലിങ്ങനെ തട്ടി തട്ടി വേനെടുക്കും. അപ്പോൾ ഓള് ഒരു കൈ പിടിച്ചായി. എന്നാൽ വേഗം എങ്ങനെയെങ്കിലും ഇറങ്ങി തീർക്കട്ടെ, നല്ല ടയേർഡായി. പിന്നെ വിശക്കുന്നുണ്ട് കേട്ടോ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. തണ്ണിമത്തൻ കുറച്ച് വേണമെന്ന് കഴിച്ചു, വേറെ ഒന്നും കഴിച്ചില്ല. കണ്ടോ നമ്മൾ ഇറങ്ങിയ മല, ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലാവുന്നത്. എന്താ പറയുക, ഇറങ്ങിയോ നമ്മളിങ്ങനെ ചിന്തിക്കും, ഓ ഇത്രയും വലിയ മലയെന്നാണ് നമ്മൾ ഇറങ്ങിയത്. കണ്ടോ കാരാപ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡ് ആട്ടോ അത്. ഡാം ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക. അതിലേം വരാം കേട്ടോ. കാരാപ്പുഴ ഡാം വന്നിട്ട് അതിലേം കുറച്ച് ദൂരമുള്ളൂ. അതിന് ഷോർട്ട് വഴി പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ സൈഡ് കാണിച്ചു തരാൻ വേണ്ടി ഇതിൽ വന്ന അതാട്ടോ നമ്മളിപ്പോൾ ഇറങ്ങിയ മല. അതിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്നത്. കാണുമ്പോൾ പേടിയാണ്. ഇനി ഈ മല ഇറങ്ങി അടുത്തൊരു മല ഇറങ്ങി ഇനിയുണ്ട് കേട്ടോ, 2-3 മല. അങ്ങനെ ഒടുവിൽ നമ്മൾ ഇറങ്ങിട്ടോ, കഴിഞ്ഞു. ലാസ്റ്റ് പോർഷനായി. ഇത് നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട്, ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അനോ എന്തായത് ഞാൻ 2 സൈഡായിട്ടോ. അയ്യോ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.